ഹലോ ഫ്രണ്ട്സ്, എന്ത് കഥ അല്ലേ? ഇങ്ങനെ പോകുന്നു, അതൊരു കഥ. പക്ഷെ ഇന്നത്തെ കഥ എന്താ വെച്ചാലേ, എനിക്ക് പറയാനുള്ളത്, ഇത് നമ്മൾ കുറേ എല്ലാവരും സ്റ്റാറ്റസ് അല്ലെങ്കിൽ എല്ലാവരും നമ്മൾ ഓരോ വാട്സപ്പ് നമ്മളാരെയും കുറേ നമ്മൾ സ്റ്റാറ്റസ് കാണുമല്ലോ. ആളുകൾ കൂടുതൽ ആരെയും സ്നേഹിക്കരുത്, ആളുകൾ കൂടുതൽ ആരെയും വിശ്വസിക്കരുത്, അങ്ങനെ കുറേ സ്റ്റാറ്റസ് കിട്ടും. അന്ന് നമ്മൾ പറയില്ല, കാരണം വെച്ചാൽ അത് എല്ലാവരും നമ്മൾക്ക് മെൻഷൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം പറയാൻ പറ്റുള്ളൂ, നമ്മൾ ആരെയും വിശ്വാസം പറഞ്ഞാൽ ചെയ്യരുത്. വഞ്ചിച്ചോ കുഴപ്പമില്ല, അത് വെച്ചാൽ നമ്മളൊന്നും പറയാൻ പറ്റില്ല, കാരണം അത് ആ സമയത്ത് ഇതായിരിക്കും. പക്ഷേ വഞ്ചിക്കുന്നത് ശരിയല്ല, അതിപ്പോൾ അത് വെച്ചിട്ടായിരുന്നു വരരുത്. പക്ഷേ വഞ്ചിച്ചോ വിശ്വാസം തന്നെ ചെയ്തത്, കാരണം നമ്മളെ വിശ്വസിച്ച് അല്ലെങ്കിൽ നമ്മളോട് അത്ര ആത്മാർത്ഥമായി നമ്മളോട് അത്ര ഇടപഴകിയിട്ട് ആ ഒരു വിശ്വാസം വഞ്ചിയുണ്ടല്ലോ, അതൊരിക്കലും ആരോടും ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, വഞ്ചന നമ്മൾ അത് ശ്രദ്ധിക്കണം, കാരണം വഞ്ചിക്കപ്പെടുന്നത് ഇഷ്ടം പോലെ നമ്മൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പുറത്തുനിന്ന് നമ്മൾ അറിയാണ്ട് പല കാര്യങ്ങളും വഞ്ചിക്കപ്പെടാം. ഇൻ കേസ് നമ്മൾ ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ ചെറുതോ വലുതോ പുറത്തുനിന്ന് സാധനം വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അല്ല, പ്രത്യേകിച്ച് എടുത്തെടുത്ത് വരേണ്ട ആവശ്യമില്ല. പക്ഷേ വിശ്വാസവഞ്ചന അത് നമ്മുടെ ഏറ്റവും അടുത്ത് ഇടപെടുന്നൊക്കെ പറ്റുള്ളൂ അല്ലേ? നമ്മുടെ ഏറ്റവും അടുത്തുള്ള നമ്മുടെ ഏറ്റവും രക്തബന്ധങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാർ, അത്രയും വേണ്ടപ്പെട്ട ആൾ, ഒരുമിച്ച് ജോലി ചെയ്യുന്നവർ, അങ്ങനെയുള്ളവർക്കാണ് വിശ്വാസവഞ്ചന ചെയ്യാൻ കൂടുതൽ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് വഞ്ചിക്കാൻ മാത്രമേ ഉള്ളൂ, വിശ്വാസവഞ്ചന നടക്കില്ല. അപ്പോൾ വഞ്ചിതപ്പെടുന്നതും വഞ്ചിതപ്പെടുന്നതും രണ്ടും ഡിഫറൻ്റാണ്. കാരണം വഞ്ചിക്കപ്പെടുന്നത് നമ്മൾ അറിയാണ്ട് പലതിലും പെട്ട് ഓരോരുത്തർ പോയി പെടും, അല്ലെങ്കിൽ പല കാര്യങ്ങൾ സാധനങ്ങൾ മേടിച്ചോ അല്ലെങ്കിൽ അങ്ങനെ പലതായിരിക്കും. അത് ഒരുപാട് പേർക്ക് അവർക്ക് ആരോടും ഒരു ഇതുമില്ല. പക്ഷേ വിശ്വാസവഞ്ചന അത് ഏറ്റവും വലിയൊരു തെറ്റാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നമ്മളൊരിക്കലും എൻ്റെ ഒരു ഒരു സജഷനാണ് അല്ലെങ്കിൽ ഒരു അഭ്യർത്ഥനയാണ്, വിശ്വാസവഞ്ചന അത് നമ്മളൊരിക്കലും ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ സെറ്റല്ല, എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. പുതിയ വീഡിയോ ആയിട്ട് ഇനി വരും. പക്ഷേ നമ്മളെ ഈ വീഡിയോ ഒക്കെ ഇല്ലേ എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും, ഇത് കാണുന്നവർക്കൊക്കെ. കാരണം ക്ലാരിറ്റി കുറവാണ്, അല്ലെങ്കിൽ കണ്ടൻറ്റ് കുറവാണ്, എല്ലാം ഒരുപാട് കാര്യങ്ങളുണ്ട്. സംഭവം വെച്ചാൽ ഇതൊക്കെ പഠിച്ചു വരണുള്ളൂ, അതൊക്കെ കഴിഞ്ഞ് നമ്മൾ സെറ്റാവും. അപ്പോൾ പുതിയ വീഡിയോ വരും. അപ്പോൾ എല്ലാവരും കാണുന്നവരൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സപ്പോർട്ട് തരണം എന്നുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ ഇത് എല്ലാവരും ഫുൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ ബെൽ ബട്ടണിലൊന്ന് ജസ്റ്റ് ഒന്ന് കൈവച്ചോളൂ, കുഴപ്പമില്ല. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, നല്ലൊരു ദിവസം നേരുന്നു.